എല്ലാവർക്കും സ്വാഗതം. NTA UGC നെറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. പേപ്പർ 1 റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിൽ നിന്നുള്ള 10 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസിന്റെ 5ാം ഭാഗമാണ് ഇത്. 4 എണ്ണം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, നോക്കിക്കൊള്ളുക. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. First question. An investigator wants to study the vocational aspirants of visually challenged children in a wide geographical area. He should select his sample by using. വിശാലമായ ഒരു ഏരിയയില് കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ തൊഴിൽ സംബന്ധമായ ആഗ്രഹങ്ങളെ കുറിച്ച് ഒരു ഗവേഷണം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഏത് ടൈപ്പ് സാമ്പിളിംഗ് ആണ് അതിൽ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ടൈപ്പ് ഓഫ് സാമ്പിളിങ്ങിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് കരുതുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വൈഡ് ജോഗ്രാഫിക്കൽ ഏരിയ ആണെന്നും അതുപോലെ ആ വിഷയം ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൊക്കേഷണൽ ആസ്പിരൻസ് ഓഫ് വിഷ്വലി ചലഞ്ചഡ് ചിൽഡ്രൻ. ഓപ്ഷൻസ്: റാൻഡം സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, കൺവീനിയന്റ് സാമ്പിളിംഗ്. ഇവിടെ ഒരു വൈഡ് ജോഗ്രാഫിക്കൽ ഏരിയയിലുള്ള മൊത്തം കുട്ടികളെയും എടുത്ത് പഠിക്കുക എന്നുള്ളതായിരുന്നെങ്കിൽ നമ്മൾ ഒരു സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങോ റാൻഡം സാമ്പിളിങ്ങോ ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നേനെ, വൈഡ് ജോഗ്രാഫിക്കൽ ഏരിയ ആയതുകൊണ്ട്. ഇവിടെ ഏരിയ വൈഡ് ആണെങ്കിൽ നമുക്ക് പഠിക്കേണ്ടത് വിഷ്വലി ചലഞ്ചഡ് ചിൽഡ്രനെ കുറിച്ച് മാത്രമാണ്. വളരെ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം, പോപ്പുലേഷൻ സെലക്ട് ചെയ്യാം. അപ്പൊ ആൻസർ പർപ്പസീവ് സാമ്പിളിംഗ് ആണ്. ആ ഇൻവെസ്റ്റിഗേറ്റർ ആഗ്രഹിക്കുന്നത് വിഷ്വലി ചലഞ്ചഡ് ചിൽഡ്രന്റെ വൊക്കേഷണൽ ആസ്പിരൻസ് മാത്രമാണ്. അപ്പൊ ഒരു പർപ്പസീവ് സാമ്പിളിംഗ് മതിയത്. പർപ്പസീവ് സാമ്പിളിങ്ങിനെ ജഡ്ജ്മെന്റൽ സാമ്പിളിംഗ് എന്നും സബ്ജക്റ്റീവ് സാമ്പിളിംഗ് എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട്. സാമ്പിൾ തിരഞ്ഞെടുക്കാൻ ഗവേഷകൻ അവരുടെ സ്വന്തം തീരുമാനത്തെ ആശ്രയിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, പർപ്പസീവ് സാമ്പിളിംഗ്. നെക്സ്റ്റ് വൺ, വർക്ക്ഷോപ്പ് മീൻ ഫോർ. റിസർച്ചിൽ വർക്ക്ഷോപ്പ്, സെമിനാർ, കൺവെൻഷൻ അങ്ങനെ കുറെ സിമിലർ ആയിട്ടുള്ള ടേംസ് ഉണ്ട്. നമുക്ക് ഓരോ മോക്ക് ടെസ്റ്റിലായിട്ട് ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ഇതിനകത്ത് വർക്ക്ഷോപ്പ് എന്താണെന്ന്: ഗിവിംഗ് ലെക്ചേഴ്സ്, മൾട്ടിപ്പിൾ ടാർഗറ്റ് ഗ്രൂപ്പ്, ഷോക്കേസ് ന്യൂ തിയറീസ്, ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ്. വർക്ക്ഷോപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരേ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ചാളുകൾ അവരുടെ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒന്നിച്ചു ചേരുന്നതാണ്. അപ്പോൾ ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശം. അപ്പൊ ഇവിടെ ഗിവിംഗ് ലെക്ചേഴ്സ് അല്ല, മൾട്ടിപ്പിൾ ടാർഗറ്റ് ഗ്രൂപ്പ് അല്ല, ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, ഷോക്കേസ് ന്യൂ തിയറീസ് അല്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. വർക്ക്ഷോപ്പ് മീൻ ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഓർ എക്സ്പീരിയൻസ്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേജ് ഇൻ റിസർച്ച് ക്രിയേറ്റ്സ് എ വർക്കിംഗ് തീസിസ് ഫോർ ദ റിസർച്ച് ബൈ സ്പെസിഫൈയിങ് ആൻഡ് ഓർഗനൈസിംഗ് ദ കാറ്റഗറി ഓഫ് ഇൻഫർമേഷൻ. റിസർച്ചിന്റെ ഏത് സ്റ്റേജിലാണ് ആ റിസർച്ചിനെ കുറിച്ചുള്ള വിവരങ്ങളെ വ്യക്തമാക്കുകയും അത് ഓർഗനൈസ് ചെയ്ത് ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയും ചെയ്യുന്നത്? അതായത് റിസർച്ച് വിഷയവുമായി ബന്ധപ്പെട്ട വിവരശേഖരണങ്ങൾ ഏത് സ്റ്റേജിൽ ആണ്? ഓപ്ഷൻസ്: റിസർച്ച് ഡിസൈൻ, ഡെവലപ്പിംഗ് ഹൈപ്പോത്തീസിസ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അനാലിസിസ് ഓഫ് ഡേറ്റ. നമ്മൾ ഒരു പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്ത് ഒരു വിഷയം തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ആ വിഷയത്തെ കുറിച്ച് മറ്റാരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിലോ ഇന്റർനെറ്റിലോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. അത് ഏത് സ്റ്റേജിലാണെന്നാണ് ഇവിടെ സ്റ്റേജ്. അത് അറിയപ്പെടുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ആ സ്റ്റേജിനെ അറിയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് വേരിയൻസ് ഈസ് നോട്ട് കൺട്രോൾഡ് ഓർ മാനിപ്പുലേറ്റഡ് ഇൻ എ റിസർച്ച് ഡിസൈൻ. ഒരു റിസർച്ച് ഡിസൈൻ ചെയ്യുമ്പോൾ ഏത് വേരിയൻസ് ആണ് ഇൻവെസ്റ്റിഗേറ്റർ നിയന്ത്രിക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യാത്തത്? ഓപ്ഷൻസ്: വേരിയൻസ് ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ, വേരിയൻസ് ഓഫ് ഡിപെൻഡന്റ് വേരിയബിൾ, വേരിയൻസ് ഓഫ് എക്സ്ട്രാനിയസ് വേരിയബിൾ, എറർ വേരിയൻസ്. ഇൻഡിപെൻഡന്റ് ഡിപെൻഡന്റ് വേരിയബിൾസ് നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. ഉദാഹരണം, നമുക്ക് പനിയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് പനിയുള്ളപ്പോൾ സ്ഥിരം കഴിക്കുന്ന ഹെവി ആയിട്ടുള്ള ആഹാരം ഒന്നും കഴിക്കാതെ നമ്മൾ കഞ്ഞിയോ മറ്റോ കുടിക്കും. അതോടൊപ്പം പാരസെറ്റമോൾ കഴിക്കും. അപ്പോൾ ആ കഞ്ഞി കുടിക്കുക, പാരസെറ്റമോൾ കഴിക്കുക എന്നുള്ളത് എത്ര എണ്ണം കഴിക്കണം, എപ്പോൾ കഴിക്കണം, ഇതെല്ലാം നമ്മുടെ കൺട്രോളിലാണ്. അതൊരു റിസർച്ച് ആയിട്ട് എടുക്കാം. ഈ അസുഖം ഒരു റിസർച്ച് ആണ്. അപ്പോൾ ഈ നമ്മൾ കുടിക്കുന്ന കഞ്ഞി, പാരസെറ്റമോൾ ഇതെല്ലാം ഇൻവെസ്റ്റിഗേറ്റർ, നമ്മളാണ് ഇൻവെസ്റ്റിഗേറ്റർ, നമ്മുടെ കൺട്രോളിലാണ്. എത്ര എണ്ണം കഴിക്കണം, എപ്പോൾ കഴിക്കണം എന്നുള്ളത് നമ്മളുടെ കൺട്രോളിലാണ്.
അതാണ് ഇൻഡിപെൻഡന്റ്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എത്ര തിരഞ്ഞെടുക്കണം എന്നുള്ളത്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. കഞ്ഞി കുടിക്കുകയും പാരസെറ്റമോൾ കഴിക്കുകയും ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്, ഇൻവെസ്റ്റിഗേറ്ററിന്റെ കൺട്രോളിലാണ്. അതേസമയം നമ്മൾ ഈ കഴിക്കുന്ന ആഹാരത്തിനും ടാബ്ലറ്റിനും അനുസരിച്ച്, പാരസെറ്റമോളിനും അനുസരിച്ച് പനിയുടെ അളവിൽ കൂടുകയോ കുറയുകയോ ചെയ്യും. അത് പനി കുറയുകയോ കൂടുകയോ ചെയ്യുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലും ഇല്ലെങ്കിൽ പാരസെറ്റമോളിലും ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നു പനി കുറയുന്നതും കൂടുന്നതും. അതാണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഡിപ്പെൻഡന്റ് വേരിയബിളിന് ഇൻവെസ്റ്റിഗേറ്ററിൽ ഡയറക്റ്റ് കൺട്രോൾ ഇല്ല. ഇൻവെസ്റ്റിഗേറ്ററിന് നമുക്കിപ്പം നേരിട്ട് പനി കുറയ്ക്കാനോ കൂട്ടാനോ പറ്റില്ല. നമുക്ക് അതിന് പകരം ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അതിനനുസരിച്ച് ഡിപ്പെൻഡന്റ് വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഡിപ്പെൻഡന്റ് വേരിയബിൾസിനെയാണ്. പനി കുറയ്ക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പൊ പനി ഇച്ചിരി കുറയ്ക്കാം ഇല്ലെങ്കിൽ പനി ഇച്ചിരി കൂട്ടാം എന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആഹാരവും മരുന്നും കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ആ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ ഡിപ്പെൻഡ് ചെയ്താണ് പനി കുറയുന്നത്. അപ്പോൾ വേരിയൻസ് നോട്ട് കൺട്രോൾഡ് ഓർ മാനിപ്പുലേറ്റഡ് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. മനസ്സിലായതെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. When planning to do a social research, it is better to. ഒരു സോഷ്യൽ റിസർച്ച് ചെയ്യുമ്പോൾ, സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം റിസർച്ചിന് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഓപ്ഷൻസ്: അപ്രോച്ച് ദ ടോപ്പിക് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്, ഡു എ പൈലറ്റ് സ്റ്റഡി ബിഫോർ ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ടു ഇറ്റ്, ബി ഫെമിലിയർ വിത്ത് ലിറ്ററേച്ചർ ഓൺ ദ ടോപ്പിക്, ഫോർഗെറ്റ് അബൌട്ട് തിയറി ബിക്കോസ് ഇറ്റ് ഈസ് വെരി പ്രാക്ടിക്കൽ. നമ്മൾ ഒരു സോഷ്യൽ റിസർച്ച്, സമൂഹവുമായി ബന്ധപ്പെട്ട ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന്. സോഷ്യൽ റിസർച്ചിന് ഏറ്റവും പ്രധാനം അപ്രോച്ച് ദ ടോപ്പിക് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ് ആണ്. സോഷ്യൽ റിസർച്ച് നമ്മൾ ഒരു വിശാലമായ ഒരു തുറന്ന മനസ്സോടുകൂടി ആ വിഷയത്തെ സമീപിക്കുക എന്നുള്ളതാണ്. ഇവിടെ സെക്കൻഡ് ഓപ്ഷനിൽ പറയുന്ന പൈലറ്റ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഒരു റിസർച്ച് ഫുള്ളായിട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട്, അതിന്റെ ദൈർഘ്യം ഇല്ലെങ്കിൽ ചെലവ്, പ്രതികൂല സംഭവങ്ങൾ എന്തൊക്കെ ഉണ്ടാവാം, ഇതെല്ലാം വിലയിരുത്തി ആ ഒരു ഡിസൈൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ചെറുതായ ഒരു പ്രാഥമിക പഠനം എന്ന് പറയാം. അതിനെയാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. റിസർച്ച് ഫുള്ളായിട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ചെറുതായിട്ട് മൊത്തത്തിലൊരു അവലോകനം നടത്തുന്നതിനാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ റിസർച്ച് ചെയ്യുമ്പോൾ ഒരു പൈലറ്റ് സ്റ്റഡി ഒക്കെ നടത്തി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ആ ലിറ്ററേച്ചറിനെ കുറിച്ച് ഒരുപാട് വായിക്കേണ്ടതോ അല്ലെങ്കിൽ ആ തിയറി മറന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കേണ്ടതോ ഒന്നുമില്ല. റിസർച്ച്, സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോൾ വിശാല മനസ്സോടുകൂടി ആ വിഷയത്തെ കാണുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് സോഷ്യൽ റിസർച്ച്. ഇറ്റ് ഈസ് ബെറ്റർ ടു അപ്രോച്ച് ദ ടോപ്പിക് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. എ വർക്കിംഗ് ഹൈപ്പോത്തീസിസ് ഈസ്. ഹൈപ്പോത്തീസിസ് എന്ന് പറയുമ്പോൾ ഒരു സാങ്കല്പിക സിദ്ധാന്തം എന്ന് പറയാം. ആ സാങ്കല്പികമായിട്ടുള്ള ഒരു സിദ്ധാന്തം പ്രാവർത്തികമാകുന്നത് എപ്പോഴാണ്, പ്രാവർത്തിക ഹൈപ്പോത്തീസിസ് ആണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ, എ പ്രൂവൺ ഹൈപ്പോത്തീസിസ് ഫോർ ആൻ ആർഗ്യുമെന്റ്. ബി, നോട്ട് റിക്വയർഡ് ടു ബി ടെസ്റ്റഡ്. സി, എ പ്രൊവിഷണലി അക്സെപ്റ്റഡ് ഹൈപ്പോത്തീസിസ് ഫോർ ഫർദർ റിസർച്ച്. ഡി, എ സയന്റിഫിക് തിയറി. ഒരു വാദത്തിലൂടെ തെളിയിക്കപ്പെട്ട അനുമാനം ആണ് ഹൈപ്പോത്തീസിസ്, അതോ പരീക്ഷിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്? ഓപ്ഷൻ സി പറയുന്ന കൂടുതൽ ഗവേഷണത്തിനായിട്ട് താൽക്കാലികമായി അംഗീകരിച്ച ഒരു സിദ്ധാന്തമാണ്, ശാസ്ത്രീയമായ സിദ്ധാന്തമാണ്. ഇതിൽ ഏതാണ് ഒരു വർക്കിംഗ് ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത്? ഒരു ഹൈപ്പോത്തീസിസിന് നമ്മൾ ഒരു വർക്കിംഗ് ഹൈപ്പോത്തീസിസ് എന്ന് പറയണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ്. പ്രൊവിഷണലി അക്സെപ്റ്റഡ് ഹൈപ്പോത്തീസിസ് ഫോർ ഫർദർ റിസർച്ച് ആണ്. ഹൈപ്പോത്തീസിസ് എപ്പോഴും ടെസ്റ്റ് ചെയ്ത് ആയതിനു ശേഷം മാത്രമേ അതിനെ നമുക്കൊരു വർക്കിംഗ് ഹൈപ്പോത്തീസിസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ആർഗ്യുമെന്റിലൂടെ പ്രൂവ് ചെയ്ത ഹൈപ്പോത്തീസിസ് ഒരിക്കലും വർക്കിംഗ് ഹൈപ്പോത്തീസിസിൽ വരില്ല. വർക്കിംഗ് ഹൈപ്പോത്തീസിസ് മീൻസ് എ പ്രൊവിഷണലി അക്സെപ്റ്റഡ് ഹൈപ്പോത്തീസിസ് ഫോർ ഫർദർ റിസർച്ച്. ആ റിസർച്ചിൽ നമുക്ക് ഇനി ഉപയോഗിക്കാവുന്ന ഒരു സിദ്ധാന്തം ആണിത്. അത് തെളിയിക്കപ്പെട്ടത് ആയിരിക്കണം. റിസർച്ച് പ്രോബ്ലം ഈസ് സെലക്ടഡ് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ്. ഒരു ഗവേഷണ പ്രശ്നം ഏത് കാഴ്ചപ്പാടിലാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഓപ്ഷൻസ്: റിസർച്ചേഴ്സ് ഇൻട്രസ്റ്റ്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, സോഷ്യൽ റെലവൻസ്, അവൈലബിലിറ്റി ഓഫ് റെലവന്റ് ലിറ്ററേച്ചർ. നമ്മൾ ഒരു ഗവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് പ്രധാനമാണ്. ആ റിസർച്ചറിന്റെ, ആ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ഇൻട്രസ്റ്റ് പ്രധാനമാണ്. പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു വിഷയത്തിന് എത്രത്തോളം
സോഷ്യൽ ആയിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാകുമോ, ലിറ്ററേച്ചർ അതിനെ കുറിച്ചുള്ള മറ്റ് അറിവുകൾ നമുക്ക് മറ്റെവിടുന്നെങ്കിലും കിട്ടുമോ, ഇതെല്ലാം പ്രധാനമാണ്. പക്ഷെ ഇതിൽ കൂടുതലല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആ റിസർച്ച്, നമ്മളൊരു റിസർച്ച് പ്രോബ്ലം തിരഞ്ഞെടുക്കുമ്പോൾ അതിന് എത്രത്തോളം സോഷ്യൽ റെലവൻസ് ഉണ്ടായിരിക്കണം എന്നതാണ്. ഓപ്ഷൻസ് സോഷ്യൽ റെലവൻസ് ആണ്. റിസർച്ച് പ്രോബ്ലം തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനം കൊടുക്കേണ്ടത് സോഷ്യൽ റെലവൻസിനാണ്. നെക്സ്റ്റ് വൺ, എ ന്യൂസ് പേപ്പർ വുഡ് ബി കൺസിഡേർഡ് ആസ് വാട്ട് ടൈപ്പ് ഓഫ് റിസർച്ച് മെറ്റീരിയൽ? ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഏത് സോഴ്സ് ആണ് വരുന്നത്? പ്രൈമറി സെക്കൻഡറി സോഴ്സ് ഉണ്ട്. നമ്മൾ ഡേറ്റാസ് തിരഞ്ഞെടുക്കുമ്പോൾ സെക്കൻഡറി ഡേറ്റാസും ഉണ്ട്, പ്രൈമറി ഡേറ്റാസും ഉണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ഏതാണ്? പ്രൈമറി സോഴ്സ്, സെക്കൻഡറി സോഴ്സ്, റിഫ്ലക്റ്റഡ് ലെവൽ, ഓൾ ദി എബോവ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇന്റർവ്യൂസ്, ഒറിജിനൽ ഡോക്യുമെന്റ്സ്, ഡയറീസ്, അല്ലെങ്കിൽ സ്പീച്ചസ്, ലെറ്റേഴ്സ്, ഇതെല്ലാം വരുന്നത് പ്രൈമറി സോഴ്സ് ആണ്. ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, ജേർണൽസ്, ബിബ്ലിയോഗ്രഫീസ്, ഇതെല്ലാം വരുന്നത് സെക്കൻഡറി സോഴ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്, ന്യൂസ് പേപ്പർ സെക്കൻഡറി സോഴ്സ് ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിസർച്ച് മിസ്കണ്ടക്ട്? ഗവേഷണ ദുരുപയോഗം എന്നാൽ എന്ത്? ഫാബ്രിക്കേഷൻ, പ്ലാഗരിസം, ഫോൾസിഫിക്കേഷൻ, ഓൾ ഓഫ് ദി എബോവ്. ഇതിൽ ഏതാണ് ഒരു റിസർച്ച് മിസ്കണ്ടക്ട്? ഗവേഷണ ദുരുപയോഗം എന്ന് പറയുമ്പോൾ ഗവേഷണം ചെയ്യുമ്പോൾ ആ ഡേറ്റ കളക്ഷൻ മുതൽ ഡേറ്റ കളക്ഷൻ വരുമ്പോൾ, കളക്ഷനിൽ അല്ലെങ്കിൽ അതിനുശേഷം അത് അവലോകനം ചെയ്യുമ്പോൾ, അവസാനം റിസർച്ച് കണ്ടെത്തിയതിന് ശേഷം അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു കൃത്രിമത്വം നടത്തുന്നതിനെ എല്ലാം നമുക്ക് റിസർച്ച് മിസ്കണ്ടക്ട് എന്ന് പറയാം. ഇവിടെ ഫാബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ കൃത്രിമമായിട്ട് ഉണ്ടാക്കി റെക്കോർഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിനാണ് ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഫോൾസിഫിക്കേഷനും അത് തന്നെയാണ്. എന്തെങ്കിലും ഗവേഷണം നടത്തി നമ്മൾ കണ്ടെത്തുന്ന ആ ഡേറ്റാസ് എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് ഫോൾസിഫിക്കേഷൻ എന്ന് പറയാം. പ്ലാഗരിസം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ആശയങ്ങൾ അവരുടെ താല്പര്യം ഇല്ലാതെ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കാം എന്ന് പറഞ്ഞ് അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ഐഡിയാസോ അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങളോ ഉപയോഗിച്ചതിന് ശേഷം ആ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊടുക്കാതിരുന്നാല്, ഇതെല്ലാം പ്ലാഗരിസത്തിൽ വരും. ഇപ്പൊ കഥയോ കവിതയോ എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചെഴുതുന്നതും പ്ലാഗരിസം എന്ന് പറയാം. ഇതെല്ലാം തന്നെ റിസർച്ച് മിസ്കണ്ടക്ട് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഫാബ്രിക്കേഷൻ, പ്ലാഗരിസം, ഫോൾസിഫിക്കേഷൻ, ഓൾ ദീസ് ആർ റിസർച്ച് മിസ്കണ്ടക്ട്. Last question. A deductive theory is one that deductive theory allows theory to emerge out of the data, involves testing an explicitly defined hypothesis, allows for finding to feedback into the stock of knowledge, uses of qualitative method whenever possible. ഒരു ഡിഡക്റ്റീവ് തിയറി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ റിസർച്ച് ചെയ്ത് തീരുമാനമെടുത്ത ഒരു സിദ്ധാന്തം തന്നിരിക്കുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം സാധുതയുണ്ടെന്ന് പരിശോധിക്കുന്നതാണ്. അതായത് വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു സിദ്ധാന്തം വീണ്ടും പരീക്ഷിക്കുന്നതാണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻവോൾവ്സ് ടെസ്റ്റിംഗ് ആൻഡ് എക്സ്പ്ലിസിറ്റ്ലി ഡിഫൈൻഡ് ഹൈപ്പോത്തീസിസ്. നിർവചിച്ചു കഴിഞ്ഞ ഒരു സിദ്ധാന്തത്തെ വീണ്ടും പരീക്ഷിക്കുന്നു, അതാണ് ഡിഡക്റ്റീവ് തിയറി. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.